അതായത് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ എന്ന് പഠിച്ചിട്ടുണ്ട്. കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടി അവ തമ്മിൽ ഗുണിക്കുക. 2ന്റെ കൂടെ 1 കൂട്ടിയാ 3, 2ന്റെ കൂടെ 1 കൂട്ടിയാ 3, 3 കൂടെ ഗുണിച്ചാൽ 9. ആൻസർ 9, 9, 9, 9. വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പൊ നമുക്കിനി പരീക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പൊ എല്ലാവരും ഹോൾ ടിക്കറ്റ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. ഇനി ഹോൾ ടിക്കറ്റ് എടുക്കാത്തവർ എത്രയും പെട്ടെന്ന് ഹോൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് സെറ്റ് ചെയ്യുക. അപ്പൊ നമുക്കിനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഓരോ സബ് ടോപ്പിക്കിനകത്തും നമുക്കിപ്പോൾ സിലബസിനകത്ത് ഒരുപാട് ചാപ്റ്ററുകൾ കിടപ്പുണ്ട്. ആ ഓരോ ചാപ്റ്ററുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ LCM HCF എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നമ്മൾ കൂടുതൽ പരിഗണന കൊടുത്തുകൊണ്ട് പഠിക്കാറുണ്ട്. അങ്ങനെ ഓരോ ചാപ്റ്ററിലെയും ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനുവേണ്ടി ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ 1ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ഭാഗം, അതായത് നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ഭാഗത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇന്ന് പരിചയപ്പെടുത്തുന്നു. സോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത്. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ 1ാമത്തെ ചോദ്യം ഇതാണ്: 1080ന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് അതിന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര അല്ലെങ്കിൽ ഫാക്ടേഴ്സിന്റെ എണ്ണം എത്ര എന്ന് ചോദിക്കും. ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും തരുന്നത്. ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് അതിന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര അല്ലെങ്കിൽ ഫാക്ടേഴ്സിന്റെ എണ്ണം എത്ര എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പൊ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു നമ്പർ തരുന്നു, ആ സംഖ്യയുടെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, എടാ 6ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്, 6ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് അതിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആ സംഖ്യ കിട്ടാൻ വേണ്ടി ഏതൊക്കെ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം എന്ന് മാത്രം ആലോചിച്ചാൽ മതി. 6ന്റെ ഘടകങ്ങൾ ഏവ. അപ്പൊ നിങ്ങൾ പറയണം 6ന്റെ ഘടകങ്ങൾ ഏവ എന്ന് ചോദിച്ചാൽ 6 കിട്ടാൻ വേണ്ടി ഏതൊക്കെ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം. അപ്പോൾ നിങ്ങൾ പറയണം 6 കിട്ടാൻ വേണ്ടി ഏതൊക്കെ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം എന്ന് ചോദിച്ചാൽ, എടാ 1 × 6, അതേപോലെ 2 × 3. വേറെ ഏതെങ്കിലും 2 സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ 6 കിട്ടുമോ? ഇല്ല. വേറെ ഏതെങ്കിലും 2 സംഖ്യകൾ തമ്മിൽ ഗുണിച്ച 6 കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾ പറയും 3 × 2 ഗുണിച്ച 6 അല്ലേ, ഘടകസംഖ്യകൾ ആവർത്തിക്കാൻ പാടില്ല. 2 × 3 എടുത്താൽ പിന്നെ 3 × 2 എടുക്കാൻ പാടില്ല. 1 × 6 എടുത്ത 6 × 1 എടുക്കാൻ പാടില്ല. ഘടകസംഖ്യകൾ ആവർത്തിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ 6ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, അതേപോലെ 6 ഉണ്ട്. അപ്പോൾ 6ന് ആകെ 4 ഘടകങ്ങളാണുള്ളത്. 6നാകെ 4 ഘടകങ്ങളേ ഉള്ളൂ. അതിൽ 6ന്റെ ഏറ്റവും ചെറിയ ഘടകം 1 ആണ്, ഏറ്റവും വലിയ ഘടകം 6 ആണ്, ബാക്കിയുള്ള 2 ഘടകങ്ങൾ 2, 3 ആണ്. അപ്പൊ ഘടകം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഒരിക്കലും മറന്നു പോരുത്. ഏതെങ്കിലും ഒരു സംഖ്യയുടെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആ സംഖ്യ കിട്ടാൻ വേണ്ടി ഏതൊക്കെ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം, ഏതൊക്കെ 2 സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ ആ വലിയ നമ്പർ കിട്ടും എന്ന് മാത്രം ആലോചിച്ചാൽ മതി. അപ്പൊ ഇവിടെ 1080ന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ 1080ന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. എത്ര എണ്ണം ഉണ്ടെന്നാ ചോദ്യം. അപ്പൊ നമ്മളിങ്ങനെ 1 × 1080, 2 × 540 അങ്ങനെ എഴുതി ചെയ്യാൻ പറ്റത്തില്ല. ചെറിയ നമ്പർ ആയിരുന്നെങ്കിൽ നടന്നേനെ. ഇപ്പൊ 6 ഞാൻ എഴുതി കാണിച്ചു. വലിയ നമ്പർ ആകുമ്പോൾ അത് പറ്റത്തില്ല. അത്തരം സാഹചര്യത്തില് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, ആ തന്നിരിക്കുന്ന സംഖ്യ ഉണ്ടല്ലോ, 1080 ആണെങ്കിൽ 1080. എടാ മക്കളെ, ആ സംഖ്യയെ നിങ്ങൾ താഴോട്ട് ഘടകക്രിയ ചെയ്യണം. ആ സംഖ്യ എടുത്തിട്ട് അതിന് താഴോട്ട് നിങ്ങൾ ഘടകക്രിയ ചെയ്യണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഘടകക്രിയ ചെയ്യുമ്പോൾ ആ ഘടകക്രിയ ചെയ്യാൻ എടുക്കേണ്ട സംഖ്യ ഉണ്ടല്ലോ, അതൊരു അഭാജ്യ സംഖ്യ ആയിരിക്കണം. അതായത് അഭാജ്യ സംഖ്യ കൊണ്ട് താഴോട്ട് ഘടകക്രിയ ചെയ്യണം. അഭാജ്യ സംഖ്യ കൊണ്ട് താഴോട്ട് ഘടകക്രിയ ചെയ്യണം. അഭാജ്യ സംഖ്യ കൊണ്ട് താഴോട്ട് ഘടകക്രിയ ചെയ്യണം.
അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2, 3, 5, 7, 11, 13, 17, 19, 23, 29 എക്സെട്ര. ഇതൊക്കെയാണ് അഭാജ്യ സംഖ്യകൾ. അപ്പോൾ അഭാജ്യ സംഖ്യകൾ കൊണ്ട് മാത്രമേ ഘടകക്രിയ ചെയ്യാൻ പാടുള്ളൂ. അഭാജ്യ സംഖ്യകൾ കൊണ്ട് മാത്രമേ ഘടകക്രിയ ചെയ്യാൻ പാടുള്ളൂ. അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാല് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുള്ളതാണ്. അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാല് ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ട് മാത്രമേ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തുള്ളെങ്കിൽ അത്തരം സംഖ്യകളെ പറയുന്ന പേരാണ് അഭാജ്യ സംഖ്യ. 3നെ 3 കൊണ്ടല്ലാതെ മറ്റൊരു സംഖ്യ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുകയല്ല, 3 ഒരു അഭാജ്യ സംഖ്യയാണ്. 5നെ 5 കൊണ്ടല്ലാതെ മറ്റൊരു സംഖ്യ കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുകയല്ല, അതുകൊണ്ട് 5 ഒരു അഭാജ്യ സംഖ്യയാണ്. 7നെ 7 കൊണ്ടല്ലാതെ മറ്റൊരു സംഖ്യ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുകയല്ല, 7 ഒരു അഭാജ്യ സംഖ്യയാണ്. എല്ലാ സംഖ്യകളെയും 1 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും, ഒന്നൊഴികെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവണം. അപ്പോൾ അഭാജ്യ സംഖ്യ കൊണ്ട് താഴോട്ട് ഘടകക്രിയ ചെയ്യണം. അപ്പോൾ ഏത് സംഖ്യ ആദ്യം എടുക്കും എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഇഷ്ടമോ? ഇന്നത് കൊണ്ട് ആദ്യം ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ എടുക്കുന്നത് 2, 3, 5, 7 അങ്ങനെയുള്ള നമ്പർ കൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിൽ ഏതെടുക്കണം ആദ്യം അത് നിങ്ങളുടെ ഇഷ്ടമോ. നിങ്ങൾക്ക് ഏത് നമ്പർ വെച്ച് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നിങ്ങൾ എടുക്കുന്ന നമ്പർ എന്തായിരിക്കണം? 2, 3, 5, 7 അങ്ങനെയുള്ള നമ്പർ കൊണ്ട് മാത്രമേ ഘടകക്രിയ ചെയ്യാൻ പാടുള്ളൂ. അതാണ് റൂള്. അപ്പൊ ഇവിടെ നമുക്ക് 5 കൊണ്ട് ഘടകക്രിയ ചെയ്യാം. 5 കൊണ്ട് ഘടകക്രിയ എന്ന് പറഞ്ഞ അർത്ഥം 5 കൊണ്ട് ഹരിക്കുക എന്നാണ് അർത്ഥം. 5 കൊണ്ട് ഘടകക്രിയ എന്ന് പറഞ്ഞ അർത്ഥം 5 കൊണ്ട് ഹരിക്കുക. ഘടകക്രിയ എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക. ഘടകക്രിയ എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക. സോ 1080നെ 5 കൊണ്ട് ഹരിക്കണം. എടാ മക്കളെ, 1080നെ 5 കൊണ്ട് ഹരിച്ച 216 വരും. അറിയില്ലെങ്കിൽ സൈഡ് ചെയ്ത് നോക്കണം. 1080നെ 5 കൊണ്ട് സൈഡില് ഹരിച്ചു നോക്കണം. അപ്പോൾ 1080നെ 5 കൊണ്ട് ഹരിച്ച 216 വരും. ആ 216നെ വീണ്ടും 5 കൊണ്ട് ഹരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ 2 അല്ലെങ്കിൽ 3ലേക്ക് പോകുന്നു. ഞാനിവിടെ 3 എടുത്തു. 216നെ 3 കൊണ്ട് ഹരിച്ചാല് 72 എന്ന് വരത്തില്ലേ? 216നെ 3 കൊണ്ട് ഹരിച്ച 72 വരും. എടാ മക്കളെ, 72നെ 3 കൊണ്ട് ഹരിച്ച 24 വരും. 24നെ 3 കൊണ്ട് ഹരിച്ച 8 എന്ന് വരും. 8നെ 2 കൊണ്ട് ഹരിച്ച 4 എന്ന് വരും. 4നെ 2 കൊണ്ട് ഹരിച്ച 2 എന്ന് വരും. സ്റ്റോപ്പ്. അങ്ങനെ അഭാജ്യ സംഖ്യ കൊണ്ട് താഴോട്ട് ഘടകക്രിയ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അഭാജ്യ സംഖ്യ കൊണ്ട് താഴോട്ട് ഘടകക്രിയ ചെയ്യണം. അഭാജ്യ സംഖ്യ കൊണ്ട് താഴോട്ട് ഘടകക്രിയ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ കൃത്യംഗ രൂപത്തിലേക്ക് മാറ്റണം. കൃത്യംഗ രൂപത്തിലേക്ക് മാറ്റണം. കൃത്യംഗ രൂപത്തിലേക്ക് മാറ്റണം. അപ്പൊ നിങ്ങൾ നോക്കുക, 2 എത്ര എണ്ണം ഉണ്ട്? 2, 3 എണ്ണം ഉണ്ട്. 2, 3 എണ്ണം ഉണ്ട്. 2, 3 എണ്ണം ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കണം 3 എത്ര എണ്ണം ഉണ്ട്? 3 അതുപോലെ തന്നെ 3 എണ്ണം ഉണ്ട്. 3ഉം അതുപോലെ 3 എണ്ണം ഉണ്ട്. 5 എത്ര എണ്ണം ഉണ്ട്? 5 ഒരെണ്ണമേ ഉള്ളൂ. 5 ഒരെണ്ണമേ ഉള്ളൂ. അപ്പൊ ഒന്നും കൂടെ, 2 എന്ന് പറയുന്ന സംഖ്യ 3 തവണയുണ്ട്. 3 എന്ന് പറയുന്ന സംഖ്യ അത് 3 തവണയുണ്ട്. 5 എന്ന് പറയുന്ന സംഖ്യ 1 തവണയേ ഉള്ളൂ, ഒറ്റത്തവണ. എന്നിട്ട് ഇത്രയും കൃത്യംഗ രൂപത്തിലേക്ക് മാറ്റിയിട്ട് ആ കൃതികളുണ്ടല്ലോ, ആ കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടണം. അത് നിങ്ങൾ ചെയ്യണം. കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടണം. അപ്പൊ ഇവിടെ കൃതി 3 ആണ്. 3ന്റെ കൂടെ 1 കൂട്ടിയാൽ 4. ഇവിടുത്തെ കൃതി 3 ആണ്. 3ന്റെ കൂടെ 1 കൂട്ടിയാൽ 4. ഇവിടുത്തെ കൃതി 1 ആണ്. 1ന്റെ കൂടെ 1 കൂട്ടിയാൽ 2. കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടിയിട്ട് അവ തമ്മിൽ ഗുണിച്ചാൽ മതി. കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടുക, അവ തമ്മിൽ ഗുണിക്കുക. കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടുക, അവ തമ്മിൽ ഗുണിക്കുക. അപ്പൊ 4, 16, 2, 32. നമ്മുടെ ആൻസർ 32, 32. ഉത്തരം 32 ആണ്. അപ്പൊ ചെയ്യേണ്ട പരിപാടികൾ കറക്റ്റ് ആയിട്ട് മനസ്സിലായോ? അതായത് തന്നിരിക്കുന്ന സംഖ്യയെ അഭാജ്യ സംഖ്യ കൊണ്ട് താഴോട്ട് ഘടകക്രിയ ചെയ്തിട്ട് കൃത്യംഗ രൂപത്തിലേക്ക് മാറ്റിയിട്ട് ആ കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടുക, അവ തമ്മിൽ ഗുണിക്കുക. കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടുക, അവ തമ്മിൽ ഗുണിക്കുക. കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടുക, അവ തമ്മിൽ ഗുണിക്കുക. കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടുക, അവ തമ്മിൽ ഗുണിക്കുക എന്ന് ഓർത്തിരിക്കണം. അവ താണ്ട വരെ നിങ്ങൾക്കുള്ള ചോദ്യം, എടാ 100ന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. 100ന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. 100ന് എത്ര ഘടകങ്ങൾ ഉണ്ടെന്നാണ് ചോദ്യം. അല്ലെങ്കിൽ 100ന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന സംഖ്യയെ അഭാജ്യ സംഖ്യ കൊണ്ട് താഴോട്ട് ഘടകക്രിയ ചെയ്യണം. തന്നിരിക്കുന്ന സംഖ്യയെ അഭാജ്യ സംഖ്യ കൊണ്ട് താഴോട്ട് ഘടകക്രിയ ചെയ്യണം.
തന്നിരിക്കുന്ന സംഖ്യയെ അഭാജ്യ സംഖ്യ കൊണ്ട് താഴോട്ട് ഘടകക്രിയ ചെയ്യണം. അപ്പൊ ഇവിടെ 100 ആണ്. അപ്പൊ 100നെ ഞാൻ ഘടകക്രിയ ചെയ്യുന്നു. 5 കൊണ്ട് ഘടകക്രിയ ചെയ്തു. 100നെ 5 കൊണ്ട് ഹരിച്ചാൽ 20 വരും. 20നെ 5 കൊണ്ട് ഹരിച്ചാൽ 4 വരും. 4നെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുകയല്ല, 2 കൊണ്ട് ഹരിച്ചാൽ 2 വരും. 100നെ 5 കൊണ്ട് ഹരിച്ചാൽ 20, 20നെ 5 കൊണ്ട് ഹരിച്ചാൽ 4, 4നെ 2 കൊണ്ട് ഹരിച്ചാൽ 2. അപ്പോൾ ആ 100നെ നമുക്ക് അങ്ങനെ എഴുതാം. 2 എത്ര എണ്ണം ഉണ്ട്? 2 എന്ന് പറയുന്ന സംഖ്യ 2 തവണയുണ്ട്. അതേപോലെ 5 എന്ന് പറയുന്ന സംഖ്യ അതും 2 തവണയുണ്ട്. അതായത് 2 തവണ 2ന്റെ സ്ക്വയർ, 5 2 തവണ, അതായത് 5ന്റെ സ്ക്വയർ. അങ്ങനെ നമുക്ക് ചുരുക്കി എഴുതാം. അങ്ങനെ ചുരുക്കി എഴുതി, അതായത് കൃത്യംഗ രൂപത്തിലേക്ക് മാറ്റി. അങ്ങനെ കൃത്യംഗ രൂപത്തിലേക്ക് മാറ്റിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ആ കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടുക, കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടുക, കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടുക, അവ തമ്മിൽ ഗുണിക്കുക, കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടി അവ തമ്മിൽ ഗുണിക്കുക. 2ന്റെ കൂടെ 1 കൂട്ടിയാ 3, 2ന്റെ കൂടെ 1 കൂട്ടിയാ 3, 3 കൂടെ ഗുണിച്ചാൽ 9. ആൻസർ 9, 9, 9, 9. ആൻസർ 9 ആണ്. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്. അതേപോലെ കണ്ടോ, 2/10 ഇൻറ്റു 3/11 ഇൻറ്റു 5/9ന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. ഘടകങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ സാധാരണ ഒരു സംഖ്യ തന്നിട്ട് അതിന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി ആ തന്നിരിക്കുന്ന സംഖ്യയെ അഭാജ്യ സംഖ്യ കൊണ്ട് താഴോട്ട് ഘടകക്രിയ ചെയ്തിട്ട് കൃത്യംഗ രൂപത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കൃത്യംഗ രൂപം തന്നിരിക്കുകയാണ്. നേരിട്ട് കൃത്യംഗ രൂപം തന്നിരിക്കുക. അങ്ങനെ നേരിട്ട് കൃത്യംഗ രൂപം തന്നിട്ടുണ്ടല്ലോ. നേരിട്ടാണ് കൃത്യംഗ രൂപം തന്നിരിക്കുന്നത്. നേരിട്ടാണ് കൃത്യംഗ രൂപം തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്നും പേടിക്കണ്ട. നമ്മൾ ചെയ്യേണ്ടത് കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടുക, അവ തമ്മിൽ ഗുണിക്കുക. കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടുക, അവ തമ്മിൽ ഗുണിക്കുക. കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടുക, അവ തമ്മിൽ ഗുണിക്കുക. സോ 10ന്റെ കൂടെ 1 കൂട്ടിയാൽ 11, 11ന്റെ കൂടെ 1 കൂട്ടിയാൽ 12, 9ന്റെ കൂടെ 1 കൂട്ടിയാൽ 10. അവ തമ്മിൽ ഗുണിക്കുക, അവ തമ്മിൽ ഗുണിക്കുക. 11ഉം 12ഉം കൂടെ ഗുണിച്ചാൽ 11ഉം 12ഉം കൂടെ ഗുണിച്ചാൽ 132 എന്ന് വരും. ആ 132നെ വീണ്ടും 10 കൊണ്ട് ഗുണിച്ചാൽ 1320. 11ഉം 12ഉം കൂടെ ഗുണിച്ചാൽ 132. ആ 132നെ വീണ്ടും 10 കൊണ്ട് ഗുണിച്ചാൽ 1320 വരും. 1320 ആയിരുന്നു നമ്മുടെ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 4/10 ഇൻറ്റു 12/20ന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചത്. അപ്പോൾ തന്നിരിക്കുന്ന ചോദ്യം 4/10 ഇൻറ്റു 12/20ന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ചാടി ഒരു ആൻസർ വന്നു. 20, 10ന്റെ കൂടെ 1 കൂട്ടിയ 11, 20ന്റെ കൂടെ 1 കൂട്ടിയ 21. സാറേ 11, 21 കൂടെ ഗുണിച്ചാൽ പോരെ എന്നൊരു സംശയം വന്നു കാണും. പക്ഷേ തെറ്റാ. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, ആ കൃത്യംഗ സംഖ്യയിലേക്കൊന്ന് നോക്കാമോ? ആ കൃത്യംഗ സംഖ്യയിലേക്ക് നോക്കുമ്പോൾ അതിന്റെ ആധാര സംഖ്യ ഉണ്ടല്ലോ, താഴെ കിടക്കുന്ന സംഖ്യ പറയുന്ന പേര് ആധാര സംഖ്യ, മുകളിൽ കിടക്കുന്നതിനെ കൃതി അല്ലെങ്കിൽ പവർ എന്നാ പറയുന്നത്. എടാ മക്കളെ, നിങ്ങൾ താഴെ കിടക്കുന്ന സംഖ്യ നോക്കിക്കേ. ആ താഴെ കിടക്കുന്ന സംഖ്യ 4ഉം 12ഉം അല്ലേ? ആണ്. അതൊരു അഭാജ്യ സംഖ്യ ആണോ? അല്ല, അതൊരു അഭാജ്യ സംഖ്യ അല്ല. 4, 12 എന്ന് പറഞ്ഞാൽ അത് അഭാജ്യ സംഖ്യ അല്ല. അങ്ങനെ അഭാജ്യ സംഖ്യ ആയിരുന്നു എങ്കിൽ ഒരു പ്രശ്നം ഇല്ലായിരുന്നു. നമുക്ക് കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടിയിട്ട് അവ തമ്മിൽ ഗുണിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ 4ഉം 12ഉം പ്രശ്നമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ 4ഉം 12ഉം ഒന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് അതിനെ അഭാജ്യ സംഖ്യയിലേക്ക് മാറ്റണം. അഭാജ്യ സംഖ്യയിലേക്ക് മാറ്റണം. അഭാജ്യ സംഖ്യയിലേക്ക് മാറ്റണം. അപ്പോൾ ആധാര സംഖ്യ അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യയാക്കി മാറ്റണം. അഭാജ്യ സംഖ്യയാക്കി മാറ്റണം. അഭാജ്യ സംഖ്യയാക്കി മാറ്റണം.
അപ്പൊ ഇവിടെ 4 വർഷമാണ് 4 വർഷമാണ് 4 വർഷമാണ് 4 മാറ്റിയിട്ട് നമ്മൾ 2 × 2 എന്ന് എഴുതി 2 × 2 എന്ന് എഴുതി. കാരണം 4 എന്ന് പറഞ്ഞാൽ 2 × 2 ആണ്. 4 നമുക്ക് 2 × 2 എന്ന് എഴുതാം. 4ന് 2 × 2 എന്ന് എഴുതാം. 2 ഒരു അഭാജ്യ സംഖ്യയാണ്. അതുകൊണ്ട് 4 നമ്മൾ മാറ്റി 4നെ 2 × 2 എന്ന് എഴുതി വെച്ചു. കഴിഞ്ഞു. പവർ മറന്നു പോരുത്, 10 ആണ്. 12 മാറ്റിക്കോ. 12 നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വന്നു കാണും. 4 × 3 എന്ന് വന്നു കാണും. എടാ 4 എഴുതാൻ പറ്റത്തില്ലല്ലോ, 4 അഭാജ്യ സംഖ്യ അല്ല. അപ്പൊ അങ്ങനെ ഒരു സ്പ്ലിറ്റ് നടക്കത്തില്ല. അപ്പൊ നിങ്ങൾ പറയാം, എന്നാ സാറ് നമുക്ക് 6 × 2 എന്ന് എടുക്കാം. പക്ഷെ അവിടെയും പ്രശ്നമാണ്, കാരണം 6 പ്രശ്നമാണ്. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ എത്ര തവണ വേണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാം. പക്ഷെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അഭാജ്യ സംഖ്യയിലേക്ക് മാത്രമായിട്ട് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ 12നെ 2 2 4 4 3 12 കണ്ടോ ഞാൻ 2ന്റെയും 3ന്റെയും ടേമിൽ മാത്രമായിട്ട് മാറ്റി. പവർ 20 ആണേ. ഓക്കെ, ഇനി ആ ബ്രാക്കറ്റ് ഒന്ന് ഒഴിവാക്കാം. ബ്രാക്കറ്റ് 2 × 10 ഇൻറ്റു 2 × 10 ഇൻറ്റു 2 × 20 ഇൻറ്റു 2 × 20 ഇൻറ്റു 3 × 20 എന്ന് നമുക്ക് എഴുതാം. നമ്മളിവിടെ ചെയ്തത് ബ്രാക്കറ്റ് ഒഴിവാക്കുകയാണ് ചെയ്തത്. ബ്രാക്കറ്റ് നമ്മൾ ഒഴിവാക്കി, അതായത് ജസ്റ്റ് ബ്രാക്കറ്റ് മാത്രം ഒഴിവാക്കി, പവർ അതുപോലെ തന്നെ എഴുതി. 2 × 10 ഇൻറ്റു 2 × 10 ഇൻറ്റു 2 × 20 ഇൻറ്റു 2 × 20 ഇൻറ്റു 3 × 20 എന്ന് നമുക്ക് എഴുതാം. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതായത് a⁻m ഇൻറ്റു a⁻n is equal to a⁻m + n എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? അങ്ങനെ ഒരു കൃത്യംഗ നിയമം പഠിച്ചിട്ടുണ്ട്. അതായത് 2 ഓ 2-ലധികമോ കൃത്യംഗ സംഖ്യകളെ ഗുണിക്കുമ്പോൾ അവയുടെ ആധാര സംഖ്യ സെയിം ആണെങ്കിൽ ആ ആധാര സംഖ്യ അതുപോലെ തന്നെ എഴുതി വെച്ചിട്ട് പവറുകളെല്ലാം കൂടെ കൂട്ടി വെച്ചാൽ മതി എന്ന് പഠിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ചുരുക്കി a⁻m ഇൻറ്റു a⁻n is equal to a⁻m + n എന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് 2 ഓ 2-ലധികമോ കൃത്യംഗ സംഖ്യകളെ ഗുണിക്കുമ്പോൾ അവയുടെ ആധാര സംഖ്യ സെയിം ആണെങ്കിൽ ആ ആധാര സംഖ്യ അതുപോലെ തന്നെ എഴുതിയിട്ട് പവറുകളെല്ലാം കൂടെ കൂട്ടി വെക്കുക എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എടാ ഈ 2ന്റെ കുറെ പവറുകൾ കിടപ്പില്ലേ, അതിനെ എല്ലാത്തിനും കൂടെ നമുക്ക് ചേർത്തിട്ടേ 10 10 20 20 40 20 60 എന്ന് എഴുതിക്കൂടെ? എഴുതാം. അപ്പോൾ 3 × 20 എന്ന് നമുക്ക് ബാക്കിയുള്ളത് 3ന്റെ ഒരു പവർ അല്ലേ ഉള്ളൂ. 3ന് വേറെ കമ്പാനിയൻ ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടെ ചേർക്കാമായിരുന്നു. 2ന് മാത്രമേ ഉള്ളൂ വേറെ കമ്പാനിയനായിട്ട് ഇതിനകത്തുള്ളത്. അപ്പൊ 2ന്റെ ഇത്രയും പവറുകൾ ചേർത്തപ്പോൾ 2 × 60 എന്ന് കിട്ടി. 3ന് പിന്നെ 20 മാത്രം എഴുതി വെച്ചു. ക്ലിയർ? ഇനി കൃത്യംഗ രൂപത്തിലേക്ക് മാറ്റി. അങ്ങനെ നമ്മൾ കൃത്യംഗ രൂപത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, 4 × 10 ഇൻറ്റു 12 × 20 എന്ന് പറയുന്ന ചോദ്യത്തിനെ ചില കൃത്യംഗ നിയമങ്ങളുടെ സഹായത്തോടുകൂടി 2 × 60 ഇൻറ്റു 3 × 20 എന്ന് പറയുന്ന രൂപത്തിലേക്ക് നമ്മൾ ചില കൃത്യംഗ നിയമങ്ങളുടെ സഹായത്തോടു കൂടി നമ്മൾ എത്തിച്ചു. അപ്പം പ്രശ്നം തീർന്നു. ഇനി എന്ത് ചെയ്താൽ മതി? ഇനി ഓരോ കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടിയിട്ട് അവ തമ്മിൽ ഗുണിച്ചാൽ മതി. ആ കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടുക, അവ തമ്മിൽ ഗുണിക്കുക. കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടുക, അവ തമ്മിൽ ഗുണിക്കുക. 60ന്റെ കൂടെ 1 കൂട്ടിയാൽ 61, 20ന്റെ കൂടെ 1 കൂട്ടിയാൽ 21. അവ തമ്മിൽ ഗുണിക്കണം. കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടുക, അവ തമ്മിൽ ഗുണിക്കുക. കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടുക, അവ തമ്മിൽ ഗുണിക്കുക. കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടുക, അവ തമ്മിൽ ഗുണിക്കുക. 61ഉം 21ഉം കൂടെ ഗുണിച്ചാൽ 1281 ആണ് റൈറ്റ് ആൻസർ. ഉത്തരം 1281 എന്ന് വരും അതിന്റെ ഉത്തരം. അപ്പോൾ കൃത്യംഗ രൂപം ഡയറക്റ്റ് ആയിട്ട് തരുമ്പോൾ അവിടെ നിങ്ങൾ ആധാരസംഖ്യ നോക്കണം. ആധാരസംഖ്യ അഭാജ്യ സംഖ്യ ആണെങ്കിൽ രക്ഷപ്പെട്ടു, ഒന്നും നോക്കണ്ട. കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടി അവ തമ്മിൽ ഗുണിച്ചാൽ മതി. അല്ലെങ്കിൽ ഇത് മറന്നു പോരുത്. അതായത് അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ നിങ്ങൾ അഭാജ്യ സംഖ്യ ആക്കി മാറ്റിയതിന് ശേഷം മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്, മറന്നു പോരുത്. അപ്പോൾ ഈ ഒരു ചോദ്യം
അതായത് 4/30 ഇൻറ്റു 6/20 ഘടകങ്ങളുടെ എണ്ണം എത്ര എന്നുള്ള കാര്യം നിങ്ങൾ ആൻസർ ഒന്ന് കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തണം കമന്റ് ബോക്സിൽ. അതേപോലെ നമ്മുടെ കഴിഞ്ഞു പോയ നമ്മുടെ ഡ്രൈവർ പരീക്ഷകളിലെ ആദ്യത്തെ റാങ്കുകൾ മാത്രമാണ് നമ്മൾ വാരിക്കൂട്ടിയത്. സോ വരാൻ പോകുന്ന പുതിയ പരീക്ഷയിലെ, നിങ്ങൾ എഴുതാൻ പോകുന്ന പുതിയ പരീക്ഷയിലെ നിങ്ങൾക്കും ഇതുപോലെയുള്ള ആദ്യ റാങ്കുകൾ കരസ്ഥമാക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. വൃത്തിയായിട്ട് പഠിക്കുക, ഈ അവസാന നിമിഷങ്ങൾ വളരെ ഭംഗിയായിട്ട് പ്രയോജനപ്പെടുത്തുക. അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക എന്നുള്ള ടോപ്പിക്കാണ് പഠിച്ചത്. സോ അപ്പം പുതിയ ക്ലാസ്സുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ടേക്ക് കെയർ.